ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി നിറം ഫാബ് എത്തിക്കഴിഞ്ഞു. സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡിംഗ് കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറം ഫാബിൽ തന്നെ ആവാം. പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ വാടാനാംകുറിശി റെയിൽവേ ഗേറ്റിൽ യാത്രക്കാരെയും പൊതുജനങ്ങളെയും ഭീതിയിലാഴ്ത്തി കാട്ടുപന്നിയുടെ പരാക്രമം. ഇന്നലെ വൈകിട്ട് 6 മണിക്കായിരുന്നു സംഭവം. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ തീവണ്ടി കടന്നു പോകുന്നതിനായി റെയിൽവേ ഗേറ്റ് അടച്ചിട്ടപ്പോഴാണ് കാട്ടുപന്നി ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയ യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും പരിഭ്രാന്തിയിലാക്കിയത്. വാടാനംകുറിശി അപ്രോച്ച് റോഡ് വഴി ബസ് ഗതാഗതം പുനഃസ്ഥാപിക്കാത്തതിനാൽ 2 ദിശകളിൽ നിന്നും കാൽനടയായി സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ അല്പനേരത്തേക്ക് പരക്കം പാഞ്ഞു. ഒരു ഭാഗത്ത് തെരുവുനായ ശല്യം, മറുഭാഗത്ത് കാട്ടുപന്നി ഉൾപ്പെടുന്ന മൃഗങ്ങളുടെ വിളയാട്ടം. വിഷയം ബന്ധപ്പെട്ട അധികാരികൾ ഗൗരവത്തോടെ കാണണമെന്ന് പൊതുപ്രവർത്തകനായ രാജേഷ് വെള്ളോത്ത് പറഞ്ഞു. ഇത് ഇന്നലെ വാടാനാംകുറിശി റെയിൽവേ ഗേറ്റിൽ കണ്ടിട്ടുള്ള ഒരു ദൃശ്യമാണ്. നമ്മൾ ഒരു ഭാഗത്ത് കാട്ടുപന്നി, ഒരു ഭാഗത്ത് തെരുവുനായിട്ടുള്ള പൊതുജനങ്ങൾക്ക് റോഡ് വഴി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇത് വാടാനാംകുറിശി റെയിൽവേ ഗേറ്റ് അപ്രോച്ച് റോഡ് വഴി ബസ് ഗതാഗതം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതിനാൽ ഒരുപാട് വിദ്യാർത്ഥികളും വയസ്സായ അമ്മമാരും നടക്കുന്നൊരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള കാട്ടുപന്നിയുടെ ഒരു ആക്രമണം ശ്രദ്ധയിൽപ്പെട്ടത്. ബന്ധപ്പെട്ട അധികാരികൾ തീരെ ഇതിനെതിരെ ഒരു ആക്ഷനും എടുക്കുന്നില്ല.